ഹായ് ഗായ്സ്, വെൽക്കം ടു ആർ കെ ടോക്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നിങ്ങൾ എല്ലാവരും എൻ്റെ ലൈഫ് സ്റ്റോറി ചിലപ്പം യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിൽ എങ്ങനെയാണ് UPSC ജേർണി പഠിച്ചതെന്നും UPSC ഞാൻ നേടിയ നോളേജും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഒരു രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ UPSC എന്നല്ല, നിങ്ങളിപ്പോൾ ഏതൊരു എക്സാം എഴുതാൻ പോയാലും, എക്സാം മാത്രം പറയുന്നില്ല, ഏതൊരു കാര്യം ലൈഫിൽ എടുത്താലും കുറേ മിത്ത് കാണും. അതുപോലെ ഇത് കാര്യം ചെയ്യല്, അത് ചെയ്യരുത്, അങ്ങനെ പല മിത്തുകൾ നമ്മൾ ലൈഫിൽ പലതുമായിട്ട് കാണുന്നതും കേൾക്കുന്നതായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറേ മിത്തുകൾ ഒരു ഗവൺമെൻറ് എക്സാം എഴുതാൻ പോയാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് ചിലപ്പോൾ നിങ്ങൾ ടോപ്പേഴ്സിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ എക്സാം ആദ്യം എവിടെ ബിഗിനേഴ്സിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. അതേപോലെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് മിത്തുകളുണ്ട് ഈ എക്സാമിനെ പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ മനസ്സിലാക്കുന്നത്. അതായത് UPSC വേഴ്സ് ദ റിയാലിറ്റി എന്ന രീതിയിലാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലി ദ ടോപ്പ് റാങ്കേഴ്സ് ഇൻ ദ സ്കൂൾ ക്യാൻ ക്രാക്ക് UPSC. അതായത് പലരും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ 100% മാർക്ക് വേണം, 90 പോലെ നീ 100% വാങ്ങിച്ചിരിക്കണം, +2 എത്തപ്പോൾ നിനക്ക് ഫുൾ A+ വേണം, ഗ്രാജുവേഷൻ പോകരുത്, പകരം നീ MBBS വേണം, അല്ലെങ്കിൽ നീ എഞ്ചിനീയറിംഗ് ആവണം, എഞ്ചിനീയർ ആവണം, എങ്കിലേ UPSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സിന് മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പല മിത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണോ, യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ഡിറ്റർമിനേഷൻ ദാറ്റ്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അല്ല, ലൈഫിൽ എന്ത് കാര്യം ചെയ്യാം. ഞാനീ പറയുന്ന പല കാര്യങ്ങളും ഒരിക്കലും UPSC എക്സാം മാത്രമല്ല, ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും യു ക്യാൻ ടേക്ക് ഇറ്റ് അപ് ടു വാട്ട് യു തിങ്ക്. ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണം ചിന്തിക്കുക, ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് അത് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് ഇതായിരുന്നു. രണ്ടാമത് നമ്മളെല്ലാം മനസ്സിലാക്കുന്നതാണ്, എല്ലാവരും പറയണം നീ 8 മണിക്കൂർ പഠിച്ചാൽ പോരാ, നീ 18 മണിക്കൂർ പഠിക്കണം. ചില ആൾക്കാരൊന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചു, അല്ലെ 21 മണിക്കൂർ പഠിച്ചു. ഒബ്വിയസ്ലി പഠിച്ചിട്ടുണ്ടാവാം. ഈ 24 മണിക്കൂർ എങ്ങനെയാണ് പഠിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. 21 മണിക്കൂർ ഓക്കെ, ഓരോ ആൾക്കാർ ഓരോ രീതിയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ 4 വർഷവും പ്രോപ്പറായിട്ട് ഒരു 8 to 9 hours ഞാൻ ഡെഡിക്കേറ്റ്ലി പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മൾ മണിക്കൂറല്ല കാര്യം, ദ ക്വാളിറ്റി ഓഫ് ദ ടൈം ദാറ്റ് യു പുട്ടിംഗ് ഫോർ ദി എക്സാം. നിങ്ങളെ പഠിക്കാൻ വേണ്ടിയ ലോജിക്കലി കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്ന സമയം. അപ്പം അങ്ങനെ 18 മണിക്കൂർ പഠിച്ചാൽ മാത്രമേ നിനക്കത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 8 മണിക്കൂർ പഠിച്ചവന് കിട്ടുന്നില്ല, അല്ലെ 5 മണിക്കൂർ പഠിച്ചാൽ കിട്ടൂലേ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, ഇഫ് യു ആർ ഡെഡിക്കേറ്റിംഗ് ട്രൂലി, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, എല്ലാ കാര്യങ്ങളും ഇട്ട് ഇഫ് യു ആർ ജസ്റ്റ് ഗിവിംഗ് ദോസ് അവേഴ്സ് ഫോർ ദി എക്സാം, ഒബ്വിയസ്ലി യു ആർ ഗോണ ക്രാക്ക് ഫോർ ദി എക്സാം. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൺലി കാൻഡിഡേറ്റ് സർട്ടൺ സ്ട്രീംസ്. അതായത് നിനക്ക് എക്സാം എഴുതണോ, നീ ആർട്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, BTech, IIMs, IIM പാസ് ഔട്ട് ആയ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എയിംസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ CSAT എഴുതാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, IIM ആൾക്കാരുടെ അതിനാണ് നീ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പം നിനക്ക് CSAT അറിഞ്ഞുകൂടാ, നിനക്ക് മാത്സ് അറിയത്തില്ല എന്നൊക്കെ. പക്ഷെ അതിലൊന്നും കാര്യമില്ല കേട്ടോ. കാരണം കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ ആൾക്കാരുടെ ജസ്റ്റ് ട്രെൻഡ് എടുത്താൽ പോലും നമുക്ക് മനസ്സിലാവും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ IIM പഠിച്ച ആൾക്കാർ വരെ തോറ്റിട്ടുണ്ട്. അപ്പോൾ CSAT എന്ന് പറഞ്ഞാൽ അത്ര ഗെയിം ചേഞ്ചറായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. CSAT ഒരു പേപ്പറാണ്. അപ്പം അതിൻ്റെ കൂടെ വീഡിയോസ് പിന്നെ ഫർദർ നമ്മൾ ചെയ്യുന്നതാണ് എന്താണ് സിലബസ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മിത്തായിരുന്നു എല്ലാവരിലും ഉണ്ടായിരുന്നത്. മാത്സിനെ പറ്റി, അല്ലെങ്കിൽ പറഞ്ഞ CSAT എന്ന് പറഞ്ഞ വലിയ പേപ്പർ, അത് IIMമാർക്ക് മാത്രമേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇഫ് യു ആർ ജസ്റ്റ് പ്രോപ്പർലി ഡെഡിക്കേറ്റിംഗ് സർട്ടൺ അവേഴ്സ്, നിങ്ങൾ GS പഠിക്കുമ്പോൾ തന്നെ CSAT നിങ്ങൾ എത്ര സമയം കൊടുത്തു കഴിഞ്ഞാൽ can able to crack the exam. കാരണം GS പോലെ അല്ല, CSAT ക്വാളിഫയിങ് എക്സാം മാത്രമാണ്, ഏതൊരു ക്വാളിഫയിങ് എക്സാം എഴുതും പോലെ. അപ്പോൾ അതൊരു വലിയ കാര്യമല്ല, പിന്നെ എനിക്ക് ജീവിതത്തിൽ മനസ്സിലായ കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു ചോദ്യവും, അതൊരു വലിയ ഒരു ഡിബേറ്റിനുള്ള ചോദ്യമാണ്, കോച്ചിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദി UPSC ഓർ നോട്ട്. അത് ഞാനീ പറയുന്ന എൻ്റെ പേഴ്സണൽ കാര്യമാണ്. പല ആൾക്കാർ പല രീതിയായിരിക്കും. ബട്ട് ഫോർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, വാട്ട് ഐ ഹാവ് ജസ്റ്റ് കെയിം ത്രൂ, കോച്ചിങ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ഒരു 5 years അല്ലെങ്കിൽ 4 years ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോച്ചിങ് എസെൻഷ്യൽ അല്ല. പക്ഷേ എന്തുകൊണ്ട് കോച്ചിങ് എസെൻഷ്യൽ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വർഷം ഡെഡിക്കേറ്റ് ചെയ്ത് എക്സാമിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ഒരു വർഷം നിങ്ങളെ പ്രോപ്പറായിട്ട് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത്, ടോപ്പേഴ്സിനെ നോക്കി ഒരിക്കലും പോകില്ല. കാരണം പല ടോപ്പേഴ്സ് പലതും വരും. അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ആരൊക്കെയാണ് ഫാക്കൽറ്റി, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അവർ ഏതൊക്കെ രീതിയിലാണ് ടെസ്റ്റ് സീരീസ്, അവരുടെ ക്വാളിറ്റി ഓഫ് ദി എക്സാം എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോച്ചിങ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും. കാരണം നമ്മൾ റിസോഴ്സസ് തേടി പോകണ്ട. സോഴ്സസ് ഈസ് സോ വാസ്റ്റ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് സോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് സോഴ്സസിനെ പറ്റി ചിന്തിക്കല്. അതുകൊണ്ട് ഒരു കോച്ചിങ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അഫോർഡബിൾ ആണെങ്കിൽ. ഒബ്വിയസ്ലി അല്ലാത്ത ആൾക്കാർക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. അതില്ലാത്ത കാര്യങ്ങളൊന്നും, നിങ്ങൾക്ക് എന്ത് വേണോ ജീവിതത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് എന്ത് കാര്യം സെർച്ച് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാം, അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് ഒബ്വിയസ്ലി കോച്ചിങ് എടുക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പലർക്ക് പല ഒപ്പീനിയൻ ആയിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഡെഡിക്കേറ്റ് ചെയ്ത്
ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവർ തരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ അടുത്തൊരു വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ പോലും യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. യു ക്യാൻ ഹാവ് യുവർ ഓൺ നോട്ട്സ് ആൻഡ് യു ക്യാൻ ഹാവ് യുവർ ഓൺ റിസോഴ്സ് ആൻഡ് യു ക്യാൻ എബിൾ ടു ഗോ ഫോർ ദ എക്സാം ഫോർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ്. അത് ഞാൻ എക്സാമിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പല പിള്ളേരും പറയുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാൽ മാത്രമേ പറ്റൂ, മലയാളം മീഡിയം കുട്ടികൾക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ. എൻ്റെ ഒരു ഐഡിയയിൽ ചിലപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്ക് പറ്റുന്നില്ലായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. പക്ഷേ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് നമ്മൾ മറികടക്കണം. UPSC ഇത്രയും വലിയൊരു എക്സാം ലോജിക്കലി കാര്യങ്ങൾ ഇത്രയും വർഷം എടുക്കുന്നു അല്ലെ എക്സാം ഇങ്ങനെയൊക്കെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ അവർ ടെസ്റ്റ് ചെയ്യണം. നിങ്ങളെ അനാലിസിസ്, നിങ്ങളെ ലോജിക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാം ഒരു കാര്യം പഠിക്കാൻ പറ്റുമെന്ന് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഏബിൾ ടു. മലയാളം മീഡിയം എന്ന് പറഞ്ഞ കുട്ടി ഇംഗ്ലീഷ് മീഡിയം പഠിക്കണമെങ്കിൽ ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പറ്റുന്നുള്ള മനസ്സുണ്ടെങ്കിൽ ലൈഫിൽ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെറിയ കാര്യമൊന്നുമില്ല. പിന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത് യു നീഡ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ഹ്യൂമാനിറ്റീസ്. അത് നമുക്കറിയാം. എഞ്ചിനീയറിംഗ് ആയിരുന്നാലും ഡോക്ടർ ആയിരുന്നാലും ആരോ ഗ്രാജുവേഷനോ ആർട്സോ നിങ്ങൾ ഏതോ എടുത്തോ, UPSC പറയുന്ന ക്രൈറ്റീരിയ ഇത്രേ ഉള്ളൂ. ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അത് നിങ്ങൾക്കുണ്ടോ? ഒബ്വിയസ്ലി നിങ്ങൾക്ക് എഴുതാം. നിങ്ങളെല്ലാം ആർട്സോ സയൻസോ ഡോക്ടറോ എഞ്ചിനീയർ ആണെന്നുള്ള UPSC നോക്കുന്നില്ല. അത് നിങ്ങൾ കൃത്യം മനസ്സിലാവും. പിന്നെ എല്ലാത്തിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ലൈഫ് പാടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എക്സാം എഴുതിയപ്പം 4 വർഷവും എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ഞാൻ എക്സാം പഠിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി അടഞ്ഞിരുന്നിട്ടില്ല. ഞാൻ പഠിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് സോഷ്യൽ ലൈഫ് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു എക്സാം എഴുതി ഞാൻ വീട്ടിനകത്ത് അടച്ചിരിക്കുക 8 മണിക്കൂർ അകത്തിരുന്ന് ഞാൻ 9ാമത്തെ മണിക്കൂർ മാത്രമേ വെളിയിറങ്ങാവൂ, അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ സോഷ്യൽ ലൈഫ് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ എൻ്റെ സോഷ്യൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് തന്നെയാണ് ഏതൊരു എക്സാം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് വൺ ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ലക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, കോച്ചിങ് പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഡിബേറ്റബിൾ ടോപ്പിക്. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് അബൌട്ട് ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ലക്കുണ്ട്. 99% നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ടാലും കുറച്ചൊക്കെ ഒരു ലക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കലും മറ്റേ ഈ പറഞ്ഞ എക്സാം എഴുതുന്നത് ഭയങ്കര ലക്കാണ്, ലക്കുള്ളവന്മാർക്ക് മാത്രമേ കിട്ടൂ, അങ്ങനെയല്ല. ലോട്ടറി എടുക്കും പോലെയല്ല. ഇഫ് യു ഹാർഡ് വർക്ക്, നിങ്ങളെ ഹാർഡ് വർക്ക് അവിടെ ഉണ്ടെങ്കിൽ പ്ലസ് യുവർ സ്മാർട്ട് വർക്ക്, ഇതാണ് UPSC ചെക്ക് ചെയ്യുന്നത്. നിങ്ങളെ ലോജിക്, നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ നിങ്ങൾ കുറേ കാര്യം മെമ്മറൈസ് ചെയ്ത് അവിടെ പോയി പഠിച്ച് എഴുതാമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. എന്തുമാത്രം സോഴ്സസ് വഴി നിങ്ങൾ എന്തുമാത്രം വായിക്കുന്നു, പുസ്തകങ്ങളാവാം, നിങ്ങളെ ചിലപ്പം സ്റ്റാൻഡേർഡ് ബുക്സ് ആവാം, ഏത് ബുക്സ് ആയിരുന്നാൽ പോലും നിങ്ങളത് എത്രനാളം വായിക്കുന്നു, എത്രത്തോളം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് മനസ്സിലാക്കുന്നു എന്നാണ്, നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്ന കാര്യമല്ല. ഹൗ മച്ച് യു ആർ ഡെഡിക്കേറ്റ്ലി ഗിവിങ് തോസ്, ലോജിക്കലി എങ്ങനെ സാധനം മനസ്സിലാക്കുന്നു, കോൺസെപ്റ്റ് ക്ലാരിറ്റി എങ്ങനെ കിട്ടുന്നു, അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടോ എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ UPSC നിന്ന് മനസ്സിലാക്കിയൊരു വലിയ മിത്താണ്, അല്ലെങ്കിൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇപ്പോഴും പറഞ്ഞ് ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ ഒരു ബിഗിനർ ലെവലിലോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണാൻ ഒരു ബിഗിനർ ലെവലിൽ വരുന്ന ആൾക്ക് ഒബ്വിയസ്ലി ഒരു യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇഫ് യു ആർ ജസ്റ്റ് ലൈക്കിംഗ് ദോസ് ഇനിഷ്യേറ്റീവ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇനിഷ്യേറ്റീവ്സ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. നമ്മുടെ വരും ക്ലാസ്സസിൽ നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എനിവേ, താങ്ക് യു.